മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ ഏറ്റവും മികച്ച IVF ചികിത്സ നൽകുന്ന നിയോവിറ്റ ഇൻഫെർട്ടിലിറ്റി സെന്ററിലാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിയോവിറ്റ ഇൻഫെർട്ടിലിറ്റി സെന്ററിലെ ചീഫ് എംബ്രിയോളജിസ്റ്റ് ആൻഡ് സയന്റിഫിക് ഡയറക്ടർ ഡോക്ടർ ആന്റണി ടോബിൻ തോമസ് നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം, ഞാൻ ആന്റണി ടോബിൻ തോമസ്, ഡയറക്ടർ ആൻഡ് ചീഫ് എംബ്രിയോളജിസ്റ്റ് ആണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്ററിൽ. നമ്മൾ നിയോവിറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത് 2022-ലാണ്. ഇതിൻ്റെ ഒരു പ്ലാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 3 വർഷത്തോളമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് ഫൈനലി കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നൊരു പ്ലാൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ ഒരു കാരണം ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് പല സ്ഥലങ്ങളിലും ഞാൻ ജോലി ചെയ്ത സമയത്ത്, ഇപ്പോൾ ഇന്ത്യയിലായാലും വിദേശത്തായാലും ജോലി ചെയ്ത സമയത്ത് ഇന്ത്യയിൽ നമുക്ക് ഈ ഒരു IVF ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുപോലെ തന്നെ ഇതിനകത്ത് പല രീതിയിലുള്ള ഒരു ബിസിനസ് മാത്രമായിട്ട് തന്നെ കാണുന്ന ഒരു സാഹചര്യം പല സ്ഥലത്തും കാണുകയുണ്ടായി. അങ്ങനെയാണ് ഇത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ IVF ചെയ്യാനും അതുപോലെ മാക്സിമം റിസൾട്ട് കൊടുക്കുക, അതായത് നമ്മളെ വിശ്വസിച്ച് വരുന്ന ഒരു പേഷ്യൻറ്റിന് നമ്മൾ മാക്സിമം റിസൾട്ട് കൊടുക്കുക എന്നൊരു രീതിയിലാണ് നമ്മൾ എല്ലാ സെറ്റപ്പും വെച്ചുകൊണ്ടത്. ലേസർ അസിസ്റ്റഡ് ഹാച്ചിങ് ആയിക്കോട്ടെ, അതുപോലെ പ്രീ ഇംപ്ലാന്റേഷൻ, ജനറ്റിക് ടെസ്റ്റിംഗ് എല്ലാം തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് 22 നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കൊല്ലത്ത് ആദ്യമായിട്ടാണ് നമ്മൾ ഇതെല്ലാം കൊണ്ടുവന്നതും. കംപ്ലീറ്റ് ആയിട്ടുള്ള സെറ്റപ്പ്, ഫാർമസി ആയിക്കോട്ടെ, ലാബ് ആയിക്കോട്ടെ എല്ലാം. അപ്പോൾ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് IVF പോസിറ്റീവ് ആകുന്ന വരെ, അത് റിസൾട്ടായി കൊടുക്കുന്നതിന് വരെയുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഒരേ കൂടെ കീഴിൽ അവൈലബിൾ ആണ്. ആ ഒരു കാര്യമാണ് നിയോവിറ്റയിലെ ഒരു മെയിനായിട്ട് നമ്മൾ എടുത്തു പറയുന്നൊരു കാര്യം. പിന്നെ EMI ഫെസിലിറ്റീസ് ഉണ്ട്. പല പേഷ്യൻസ് ഇപ്പം ജോലി ചെയ്തവരുണ്ട്, ജോലി ചെയ്യാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് ഒരുമിച്ച് ഇത്രയും വലിയ എമൗണ്ട് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ EMI ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. EMI എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ചെറിയൊരു എമൗണ്ട് ആദ്യം അടയ്ക്കും, ബാക്കി എമൗണ്ട് അവർ എംബ്രിയോ ട്രാൻസ്ഫറിന് മുമ്പായിട്ട് പതുക്കെ അടച്ചു തീർക്കും. അങ്ങനെ ഒരു ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സാലറി പോർഷൻസ് ആണെങ്കിൽ അവർക്ക് ലോൺ ഫെസിലിറ്റിക്കുള്ള ഓപ്ഷൻസും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ Day 5 എംബ്രിയോ ട്രാൻസ്ഫറാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത്. കാരണം Day 5 ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ മിക്കവാറും ഇന്ത്യയിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 90% സ്ഥലത്തും Day 3 അല്ലെങ്കിൽ Day 2 2 ദിവസം വരെയൊക്കെ വളർത്തുന്ന ഒരു സാഹചര്യമുള്ളൂ, അവർക്ക് അതിനുള്ള ഫെസിലിറ്റി ഉള്ളൂ. അപ്പോൾ ചിലവ് കുറയ്ക്കാൻ വേണ്ടി കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ Day 5 വരെ 5 ദിവസം വളർന്ന ഭ്രൂണത്തെ മാത്രമേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ, അതായത് ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫർ മാക്സിമം Day 5 മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്ക് റിസൾട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറാണ് കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ബോഡിയുടെ ആ ഈ 10 ദിവസം ഇഞ്ചക്ഷൻസ് എടുത്ത് അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ മാറി കുറച്ചുകൂടെ നല്ലതായിട്ട് യൂട്രസ് ഒന്ന് റെഡിയായി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 80% മേളിൽ റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് പല സ്ഥലങ്ങളിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത്, അതായത് വലിയ പേരുകെട്ട ഹോസ്പിറ്റലിലൊക്കെ പോയി 2-3 പ്രാവശ്യം IVF ചെയ്ത പേഷ്യൻസ് പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം തന്നെ അവർക്ക് നമുക്ക് പോസിറ്റീവായി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുള്ള മെയിൻ കാരണം അതിൻ്റെ ഇവാലുവേഷൻ തന്നെയാണ്. അതിൻ്റെ ഇവാലുവേഷൻ നമ്മൾ നല്ലൊരു ടൈം നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് പുരുഷൻ്റെ ആയാലും സ്ത്രീയുടെ ആയാലും കറക്റ്റായിട്ടുള്ള കാര്യം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കി അതിന് അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യും. എന്തൊക്കെയാണ് കറക്റ്റായിട്ട് കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത്, അതായത് അവർക്ക് പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടണം. ആ റിസൾട്ട് കിട്ടണം എന്തൊക്കെ ചേഞ്ചസ് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവണം. അതായത് നമ്മുടെ സൈഡിലെ എഫോർട്ട് കൊണ്ട് മാത്രം ഒരിക്കലും പോസിറ്റീവ് ആവത്തില്ല. അപ്പോൾ അവരെന്തുമാത്രം എഫോർട്ട് അതിന് വേണ്ടി എടുക്കണം, എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആയിക്കോട്ടെ, ഫുഡിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, എക്സസൈസ് ആയിക്കോട്ടെ, പല കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ നമ്മൾ ഇവിടുന്ന് ഫോളോ അപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ IVF ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സക്സസ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതും പേഷ്യൻസിന് ആ ഒരു ട്രസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. പലരും നമ്മളെ വിളിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇത്രയും ദൂരമായതുകൊണ്ട് വന്നാൽ ശരിയാവില്ല, അപ്പോൾ ഇത്രയും ദിവസം ഇഞ്ചക്ഷൻസ് എടുക്കണ്ടേ, അപ്പോൾ അതുകൊണ്ട് ക്യാൻസൽ ചെയ്യുന്ന പലരും ഉണ്ട്. അപ്പോൾ ദൂരം നോക്കിയിട്ട് കാര്യമില്ല. ഇത്രയും ഒരു ഹൈ ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി നമ്മളൊരു ഫെസിലിറ്റി ഉണ്ടാക്കുമ്പോൾ ആ ഒരു ദൂരം നിന്ന് വരുന്നവർക്കുള്ള ഫെസിലിറ്റി കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുള്ള അറേഞ്ച്മെൻറ്റ് കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്ലാറ്റ് ഫെസിലിറ്റി ഉണ്ട്, വിത്ത് കുക്കിംഗ് അവർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ റൂംസ് ആയിട്ടാണെങ്കിൽ അങ്ങനെ ഉണ്ട്. അത് ഇവിടെ താമസിച്ച്, അതായത് സ്ത്രീകൾക്ക് മാത്രമേ താമസിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുള്ളൂ. അപ്പോൾ അവരുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ താമസിക്കാം. കൂടെ താമസിച്ചുകൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് IVF കഴിഞ്ഞ് തിരിച്ചു പോകാം. പിന്നെ എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ സമയത്താണ് അവർ പിന്നെ തിരിച്ചു വരുന്നത്. ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും, 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ തന്നെ അവർക്ക് താമസിച്ച് സൗകര്യമായിട്ട് താമസിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ട്രാൻസ്ഫർ കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയുവാണെങ്കിൽ ദൂരം എന്തുകൊണ്ടാണ് കൊല്ലം സെലക്ട് എന്ന് വെച്ചാൽ, ഇതുപോലെ തന്നെ ഇപ്പോൾ എയർപോർട്ട്, ട്രിവാൻഡ്രം എയർപോർട്ടിൽ നമുക്ക് കറക്റ്റ് 1 മണിക്കൂർ ഇപ്പോൾ യാത്രകൾ, റോഡിൻ്റെ പണി കഴിഞ്ഞാൽ അതിലും ടൈം കുറയും. അതുപോലെ തന്നെ കൊല്ലം ജംഗ്ഷൻ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ അത്രയും ദൂരെ നിന്നുള്ള പേഷ്യൻസ്, ഇപ്പോൾ കാസർഗോഡായാലും തൃശ്ശൂരിനായാലും നമുക്ക് പേഷ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അവർ റെഫർ ചെയ്ത് വരുന്ന പേഷ്യൻസിനോട് നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, നമുക്ക് ഒരു ട്രാൻസ്പോർട്ടേഷന് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഏത് റൂട്ടിൽ വന്നാലും അവർക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിപ്പെടാനും അതുപോലെ താമസിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
ഞാൻ ഡോക്ടർ അഞ്ജു, നിയോവിറ്റ ഫെർട്ടിലിറ്റി സെൻറ്ററിലെ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റാണ്. വന്ധ്യത എന്ന് പറയുമ്പോൾ അത് ഇന്ന് സമൂഹത്തിൽ വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്കറിയാമല്ലോ, മനുഷ്യനാണെങ്കിൽ അവരുടെ തലമുറകൾ നിലനിർത്താനായിട്ട് അതാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. ഒരു പരിധിവരെ അതിന് നടക്കാതെ വന്നാൽ അവർക്കുണ്ടാകുന്ന സ്ട്രെസ്സ് വളരെ അധികമാണ്. ഈവൻ ലോകാരോഗ്യ സംഘടന WHO പഠനങ്ങൾ തന്നെ പറയുന്നത് വന്ധ്യതയുടെ ഒരു പ്രശ്നത്തിൻ്റെ ആഴം ഓരോ വർഷം കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ അത് 7-ൽ ഒരാൾക്ക് വന്ധ്യത എന്നായിരുന്നെങ്കിൽ ഈ വർഷം അത് 6-ൽ 1 എന്ന രീതിയിൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുമായിട്ട് വരുന്ന ദമ്പതികളെ അവരെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അവർക്കുള്ള ചികിത്സയുടെ ഓപ്ഷൻസ് എന്താണ്, ഇതൊക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. വന്ധ്യത കൂടി വരുന്നതിൻ്റെ കാരണം പലതാകാം. ഒന്ന് നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാകാം. പെൺകുട്ടികളാണെങ്കിൽ ഇപ്പോൾ അവർക്ക് പഠിക്കണം, അവരുടെ കരിയർ ഓറിയൻറ്റഡ്, അതൊക്കെ ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ ചിന്തിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യങ്ങൾ, അതായത് നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ പഴയതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അമിതമായ കൊഴുപ്പടങ്ങിയ ആഹാരമാകാം, നമ്മളുടെ ദുശീലങ്ങളാവാം, ഈവൻ ഒരു പൊതുവായി കാണുന്ന ഒരു പൊല്യൂഷനാകാം, എൻവയോൺമെൻറ്റൽ ഒരു ചേഞ്ചസ്, ഇതെല്ലാം വന്ധ്യതയുടെ കാരണങ്ങളായിട്ട് പറയപ്പെടുന്നവയാണ്. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെൻറ്ററിൽ നമ്മുടെ അടുത്ത് വരുന്ന കപ്പിൾസിന് നമ്മൾ ആദ്യം തന്നെ ഒരു ഇവാലുവേഷനാണ് കൊടുക്കുന്നത്. ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് തന്നെ അവരോട് ഒരു ദീർഘമായ സംസാരിക്കുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ നീണ്ടു പോകാറുണ്ട്. ഇങ്ങനൊരു സംഭാഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് അവർക്കുള്ള പ്രശ്നങ്ങൾ, എന്ത് കാരണം കൊണ്ടാണ് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ വൈകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകും. അപ്പോൾ അവരുടെ ദീർഘമായിട്ട് അവരുടെ കാര്യങ്ങൾ അറിയാനും, പിന്നെ അതിൻ്റെ ബേസിസിലാണ് അവർക്ക് എന്ത് ഇവാലുവേഷൻ, അതായത് എന്ത് കാരണം കൊണ്ടാണ് ആകാത്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അത് സ്ത്രീക്കുള്ളതാകാം പുരുഷനുള്ളതും ആകാം. സ്ത്രീകൾക്കാണെങ്കിൽ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് അവരുടെ ഓവുലേഷൻ അറിയാനുള്ള ടെസ്റ്റുകളാണ്. പിന്നെ അവരുടെ ട്യൂബുകൾ തുറന്നിരിക്കുവാനോ എന്ന് അറിയാനുള്ള ടെസ്റ്റുകളുമുണ്ട്. പുരുഷന്മാർക്ക് ബേസിക്കലി കൊടുക്കുന്നത് അവരുടെ ബീജപരിശോധന അല്ലെങ്കിൽ സെമൻ അനാലിസിസ് ആണ്. ഈ ഒരു ബേസിക് ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് കാരണം കൊണ്ടാണ് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ വൈകുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതും അതിനെ ബേസിസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ചികിത്സയ്ക്കുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്ലാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് അവർക്ക് ബെസ്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്നുള്ളത്. ഈ ടെസ്റ്റുകളൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനിക്കുന്ന ചികിത്സ 3 തരത്തിലാണ് പോകുന്നത്. ഒന്ന്, ഓവുലേഷനുള്ള മെഡിസിനുകൾ കഴിക്കുക, അതല്ലെങ്കിൽ അതിനുള്ള ഇഞ്ചക്ഷനുകൾ കൊടുക്കുക, എന്നിട്ട് അവരോട് സ്വാഭാവികമായും ട്രൈ ചെയ്യാൻ പറയുക. അതാണ് ഓവുലേഷൻ ഇൻജക്ഷൻ എന്നുള്ള ചികിത്സ. അത് പറ്റാതെ വരുന്നവർക്കോ അല്ലെങ്കിൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടോ നമ്മൾ IUI അല്ലെങ്കിൽ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന ട്രീറ്റ്മെൻറ്റ് പറയാറുണ്ട്. അതും ഇതുപോലെ തന്നെ ഓവുലേഷനുള്ള മെഡിസിനുകൾ കഴിക്കുക, അതിനോടൊപ്പം ഇഞ്ചക്ഷൻസ് തരിക. പിന്നെ ഓവുലേഷൻ്റെ സമയം അനുസരിച്ചിട്ട് പുരുഷൻ്റെ ബീജം യൂട്രസിനുള്ളിലേക്ക് നിക്ഷേപിച്ച് കൊടുക്കുന്ന ഒരു ലളിതമായ ഒരു ട്രീറ്റ്മെൻറ്റാണ് IUI അല്ലെങ്കിൽ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ. ഈ IUI ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ പുരുഷൻ്റെ ബീജത്തിലുള്ള കൗണ്ട് മോർട്ടിലിറ്റിയൊക്കെ വളരെ കുറവാണ്, അല്ലെങ്കിൽ ട്യൂബിനകത്ത് ബ്ലോക്ക് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലോ അതല്ലെങ്കിൽ IUI ചെയ്തിട്ടും പോസിറ്റീവ് ആകാത്ത ഒരു കാര്യങ്ങളിലോ ഒക്കെയാണ് നമ്മൾ IVF ചികിത്സ പറയാറുള്ളത്. അപ്പോൾ ബേസിക്കായിട്ട് ഇതേ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾക്ക് IVF ചികിത്സയിലോട്ട് പോകാറുള്ളൂ. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെൻറ്ററിനെ സംബന്ധിച്ച് ഇത് കൊല്ലം ജില്ലയിലെ ആദ്യത്തെ സ്റ്റാൻഡ് അലോൺ IVF ക്ലിനിക്കാണ്. ബാക്കിയുള്ള ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിനെ അപേക്ഷിച്ചാണെങ്കിൽ ഇവിടെ വരുന്ന ദമ്പതികൾക്ക് വളരെ ഫ്രീ ആയിട്ട് നമ്മളോട് സംസാരിക്കാനും, ഒരു ഹോസ്പിറ്റലിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഉപരിയായിട്ട് സ്റ്റാഫിനോടാണെങ്കിലും എന്നോടാണെങ്കിലും വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാനും, അവരുടെ പ്രശ്നങ്ങൾ
നമ്മളോട് അവരോട് ഒരുപാട് നേരം സംസാരിച്ചിരുന്ന് ആ ഒരു വിഷമങ്ങളൊക്കെ നമ്മളുമായിട്ട് പങ്കിടാനായിട്ട് പറ്റും. നമ്മുടെ സ്റ്റാഫും അങ്ങനെ തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും അവർക്ക് എന്ത് സംശയമാണെങ്കിലും അവരുടെ വിഷമങ്ങളാണെങ്കിലും പങ്കുവെക്കാനായിട്ട് വളരെ സഹായമാണ്. നിയോവിറ്റ IVF സെന്ററിലെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി സ്വന്തമായൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിഞ്ഞതിലെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് ഈ ദമ്പതികൾ. ഞാൻ ഷൈജു, എൻ്റെ ഭാര്യ ഷീജ. ഞങ്ങൾ പാരിപ്പള്ളിയിലാണ് സ്ഥലം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായി. ഇതുവരെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു. ഒരുപാട് ദൂരെയും ഒക്കെ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ നോക്കി, എന്നിട്ടൊന്നും ഒരു റിസൾട്ടും ഇതുവരെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിരാശരായിട്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ അവസാനമായിട്ട് ഞങ്ങൾ നിയോവിറ്റയെ കുറിച്ച് അറിയുകയും ഇവിടെ വരികയും ചെയ്തു. അപ്പോൾ അതിലൂടെ ഞങ്ങൾക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടായത്. നിയോവിറ്റ ഞങ്ങൾ IVF ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അതിൽ ആദ്യത്തെ ഇതിൽ തന്നെ ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ കിട്ടി. ഞങ്ങൾക്ക് ഇവിടെ വന്നതിലൂടെ ഞങ്ങളുടെ ജീവിതം ഇപ്പോഴാണ് പൂർണ്ണമായത്. നിയോവിറ്റയിൽ എല്ലാവരും നല്ല സഹകരണമായിരുന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ നല്ല സഹകരണമായിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങൾക്കൊരു സ്ട്രെസ്സൊന്നും തോന്നിയില്ല. ഇവിടെ വന്ന് ഞങ്ങളുടെ ടെൻഷനെല്ലാം മാറി. ആദ്യമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ ടെൻഷൻ പൂർണ്ണമായിട്ട് മാറി. ഞങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി വന്നു ഇവിടെ വന്നതിലൂടെ. പിന്നെ നല്ല ട്രീറ്റ്മെൻറ്റായിരുന്നു, നല്ല ഇതായിരുന്നു. ഞങ്ങൾക്ക് 2 മക്കളെ കിട്ടി, ഒരു മോനെയും മോളെയും കിട്ടി. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായി. ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ഹോസ്പിറ്റൽസ് ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിരാശയായിരുന്നു ഫലം. അങ്ങനെ ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് നമുക്ക് നിയോവിറ്റയെക്കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെ ഒരു ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളിവിടെ വരുന്നത്. പക്ഷേ ഇവിടെ വന്ന ശേഷം ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. ഡോക്ടർ അഞ്ജു, ഇവിടുത്തെ സിസ്റ്റേഴ്സ് എല്ലാവരും നല്ല കെയറിങ് ആയിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു, നല്ല ബെസ്റ്റ് റിസൾട്ടായിരുന്നു. ഫസ്റ്റ് IVF തന്നെ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടി. കുറേ സ്ഥലത്ത് പോയി ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു പോസിറ്റീവ് റിസൾട്ട് ഞങ്ങളെ പ്രതീക്ഷിച്ച് ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് നിയോവിറ്റയിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയത്. ഞങ്ങൾക്ക് അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്കൊരു മോനെയും ഒരു മോളെയും കിട്ടി. നമ്മളിപ്പോൾ വളരെ ഹാപ്പിയാണ്.